നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ഫിയാറ്റ് മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 7ാമത് GGM ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷന് സാമ്പാളൂരിൽ തുടക്കം. ശംഷാബാദ് അതിരൂപത അധ്യക്ഷൻ മാർ പ്രിൻസ് പാണങ്ങാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയോടെയാണ് മിഷൻ കോൺഗ്രസിന് ഔദ്യോഗികമായി തുടക്കമായത്. വിവിധ മിഷൻ രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാരുടെ സഹകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കൊഹിമ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ജെയിംസ് തോപ്പിൽ എക്സിബിഷൻ ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുഡ്കാവ് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ അന്തോണിയാസ് കാർലോ ദിവ്യകാരുണ്യ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. ഫിയാറ്റ് മിഷൻ രക്ഷാധികാരി ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഉൾപ്പെടെയുള്ള പ്രമുഖ വൈദിക ശ്രേഷ്ഠരും മിഷൻ ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്ത്യയിലെ വിവിധ മിഷൻ പ്രവർത്തനങ്ങളെയും അനുഭവങ്ങളെയും പരിചയപ്പെടുത്തുന്ന മിഷൻ സ്റ്റാളുകൾ മേളയുടെ പ്രധാന ആകർഷണമാണ്. രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശന സമയം. കഴിഞ്ഞ ദിവസം നടന്ന മിഷൻ ഗ്യാതറിംഗിൽ തൃശൂർ അതിരൂപതയിൽ നിന്നുള്ള മാതൃവേദി അംഗങ്ങൾ സജീവമായി പങ്കെടുത്തു. വൈകിട്ട് സെന്റ് ഫ്രാൻസിസ് ചർച്ച് സാമ്പാളൂർ ഇടവകയിലേക്ക് മിഷൻ ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തി. ധ്യാനഗുരു ഫാദർ ഡാനിയൽ പൂവത്തിങ്കലും ഫാദർ ബിനോജ് മുളവരിക്കലും നയിക്കുന്ന എവേക് പ്രൈസ് പാർട്ടി സംഗീത നിശയും അരങ്ങേറി. പൂർണ്ണമായും സൗജന്യമായി നടത്തപ്പെടുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്കായി വിപുലമായ പാർക്കിംഗ്, ഇരിപ്പിട സൗകര്യങ്ങൾ എന്നിവയും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി TM ഉമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സാബു പോക്കാക്കില്ലത്ത്, ടൈറ്റസ് കട്ടക്കയം, വിജി സതീഷ് എന്നിവർ പ്രസംഗിച്ചു. എന്തായാലും രക്തദാനം മഹാദാനം എന്ന ആ സന്ദേശം നമ്മൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഈ പ്രവൃത്തി സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഉദ്ഘാടകൻ PG രഞ്ജിമോനെ ഈ വേദിയിലേക്ക് വളരെ സന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ BR അംബേദ്കറുടെ 135ാം ജയന്തി ആചരിച്ച് BKMU AIDRM പുതുക്കാട് മണ്ഡലം കമ്മിറ്റികൾ. BKMU ജില്ലാ സെക്രട്ടറി VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. AIDRM മണ്ഡലം പ്രസിഡന്റ് PC സാജു അധ്യക്ഷനായിരുന്നു. BKMU മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, സുനന്ദ ശശി, CB സുരേഷ്, KL ജോർജ്, VA വിജയൻ, ഡെനീസ് പുളിക്കൽ എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിൽ പോലും ഇപ്പോൾ നമുക്കറിയാം, കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിലെ സെന്റ് ഫിനാൻസ് കോളേജായ ഡെന്റൽ കോളേജിൽ ജിതിൻ രാജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, മിടുക്കനായ വിദ്യാർത്ഥി, അദ്ദേഹം ആത്മഹത്യ ചെയ്യുണ്ടായി. രോഹിത് വെമുല ഈ ജാതിയുടെ പേരിലാണ് പ്രൊഫസർമാരടക്കമുള്ള. സംസ്ഥാനത്ത് വീണ്ടും താപനില ഉയരുന്നു. വയനാട്, ഇടുക്കി ജില്ലകളിലൊഴികെ 12 ജില്ലകളിൽ വരും ദിവസങ്ങളിൽ യെല്ലോ അലേർട്ട് തുടരും. പാലക്കാട് ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,110 രൂപയും പവന് 1,12,880 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് തെക്കേത്തുറവ് എരിക്കുളം ബീന അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ. ഫ്രാൻസിസ് ആണ് ഭർത്താവ്. ഫാൻസീന, പ്രീന എന്നിവർ മക്കളും ക്ലീറ്റസ്, വിൻസെന്റ് എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് ഗാന്ധിനഗർ ഐനിക്കൽ ജോയ് അന്തരിച്ചു.
74 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 പുതുക്കാട് സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ. മരിയയാണ് ഭാര്യ. ജോൺ, ജോസൻ എന്നിവർ മക്കളും റിയ, മിറാൻഡ എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.